ഭഗവാനിൽ ഏതെല്ലാം ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതെന്ന് നമുക്ക് ഏകാദശി ദിവസമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ് അല്ലെ. നമുക്ക് എന്തൊക്കെയാണ് ഭഗവാനിൽ ഏതെല്ലാം ഗുണങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു തരികയാണ്. പിന്നെ അതിനു മുമ്പേ പ്രഭുവാണ് കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. പിന്നെ എന്താണ്, ഏത് ശ്ലോകമായിരുന്നു പ്രഭു അത് ചോദിച്ചിരുന്നത്? ഓർമ്മയുണ്ടോ? എന്താണ് യുഗം മാറി വന്നതിന് കാരണം എന്താണ്? അതെ മാതാജി, ഞാൻ നമ്പർ പറയാം. യുഗം മാറി കാരണം അല്ല, അതിനകത്ത് ശ്രീലപ്രഭുപാദർ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടില്ല. ഇപ്പൊ ശ്രീലപ്രഭുപാദർ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടില്ല എങ്കിൽ അതിനൊരു കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടാകും. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് വിശദീകരിച്ച് തരാത്തത്. പിന്നീട് അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ സാധാരണയായി എല്ലാവരും പറയുന്നത്, ഞാനന്ന് പറഞ്ഞതുപോലെ തന്നെ, എന്താണ്, പരമഭക്തയെ എത്രയും വേഗം അനുഗ്രഹിച്ച് അവരെ അവരുടെ സ്ഥാനത്തേക്ക് വിടുന്നതിന് വേണ്ടിയാണ് എന്നുള്ളത് പറഞ്ഞു തന്നിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു ഇത് അത്ര ഒരു ശരിയായിട്ട് വരുന്നില്ല. ഞാൻ അതേക്കുറിച്ച് ഒന്നുകൂടി ചിന്തിച്ചു. എനിക്ക് കാലങ്ങളെ കുറിച്ച് ശരിയായിട്ട് പഠിക്കുന്ന എൻ്റെ ഒരു ഗുരുവിനോട് ഞാൻ ചോദിച്ചു. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് കാലഗണനയെ കുറിച്ച് പഠിക്കുന്ന, അപ്പൊ സത്യയുഗം, ത്രേതായുഗം, അവിടെ അദ്ദേഹം പറയുന്ന അനുസരിച്ച് യഥാർത്ഥത്തിൽ ഈ ഭഗവാൻ വരുന്നതിന് വളരെ മുമ്പ് തന്നെ, എന്ന് വെച്ചാൽ ഒരു 3-4 മന്വന്തരങ്ങൾക്ക് മുമ്പാണ് ശ്രീരാമചന്ദ്രൻ വരുന്നത്. അപ്പൊ അതും ഇതുമായിട്ട് യോജിച്ചു പോകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞത്. പിന്നീട് അതുകൂടാതെ പ്രത്യേകിച്ചും ഭഗവാൻ വരുന്നതിന് കൃഷ്ണൻ പൂർണ്ണ രൂപത്തിലാണ് വരേണ്ടത്. അതുപോലെയാണ് വരുന്നത്. എന്താണോ ഗോലോക വൃന്ദാവനത്തിൽ കൃഷ്ണൻ എങ്ങനെയാണോ നിൽക്കുന്നത്, ആ ഗോലോക വൃന്ദാവനത്തിലെ ആ രൂപം അതുപോലെ ഇറങ്ങി വരികയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ സന്തത സഹചാരികൾ എല്ലാവരും വേണം. അതിനുള്ള അവസരങ്ങളെല്ലാം ഒരുക്കേണ്ടതായിട്ടുണ്ട്. എന്തെല്ലാമാണോ അദ്ദേഹത്തിന്റെ ഭക്തന്മാർ ആവശ്യപ്പെടുന്നത്, നിങ്ങൾ എല്ലാവരും ഇന്നടത്ത് വന്ന് ഇന്ന രീതിയിൽ ജനിക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കാനുള്ള ഒരവസരം അത് വേണമായിരുന്നു അവിടെ. അപ്പൊ അങ്ങനെ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് കാലം കുറച്ചുകൂടി മാറിയത് എന്നുള്ളതാണ് കാലഗണന അനുസരിച്ചുള്ള ഒരിത് പറയുന്നത്. മറ്റേതിങ്ങനെ സാധാരണ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിലുള്ള കാരണം അതല്ലെന്നാണ്. അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാൻ ഒരുപാടുണ്ട്. പക്ഷെ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമുക്ക് കൂടുതലായിട്ട് ജ്ഞാനം വേണ്ട. കാരണം ജ്ഞാനത്തിനപ്പുറം നമ്മളിലേക്ക് എത്തേണ്ടത് ഭക്തിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഒരുപാട് പഠിച്ചു കഴിയുമ്പോൾ, ഭാഗവതം പൂർണ്ണമായിട്ട് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ കാലഗണനയെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും അപ്പോൾ നമുക്ക് ഇതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള അവസരം നമുക്ക് ഗുരു തരികയും ചെയ്യും. നമ്മളെ എടുത്തു ചാടി നമുക്ക് പോകാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ഗുരു പറഞ്ഞു തരണം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഏത് ഫീൽഡാണ് നമുക്ക് എടുക്കേണ്ടത് എന്നുള്ളത് ഗുരു പറഞ്ഞു തരും. അപ്പം ഭഗവാന്റെ ഇതനുസരിച്ച് വരണമെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഇവിടെ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഭഗവാൻ ഇവിടെ എത്താനുള്ള അവസരം പാർത്തിരുന്നു എന്നുള്ളതാണ് അതിലേക്ക്. നമുക്ക് മറ്റേത് പലരും പറയുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്, ക്ലാസ്സുകളിൽ ആചാര്യന്മാർ പറയുന്നു. പക്ഷേ അതിനും അപ്പുറത്തൊന്നുണ്ടെന്നാണ് പറയുന്നത് പ്രഭു. അതുകൊണ്ട് നമുക്ക് അതേക്കുറിച്ച് കൂടുതലായിട്ട്, എന്ന് വെച്ചാൽ ഭഗവാൻ എത്താനുള്ള അവസരം, അതാണ് നമുക്ക് നമ്മുടെ മനസ്സിൽ നിൽക്കേണ്ടത്. ഹരേ കൃഷ്ണ പ്രഭു. നമുക്ക് പ്രഭുവാദരും അവിടെ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല അതെന്തുകൊണ്ടാണ് എന്നുള്ളത്. അതുകൊണ്ട് അപ്പം അത് നമ്മള് പണ്ട് പറയത്തില്ല, രാമായണത്തിൽ പറയുന്നുണ്ട്, പല കാര്യങ്ങളും വെളിച്ചത്തിടാൻ അവസരമായിട്ടില്ല എന്നുള്ളത്. പല കാര്യങ്ങളും വെളിയിലേക്ക് പറയാനുള്ള അവസരം നമ്മൾ പാർത്തിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഹരേ കൃഷ്ണ. നമ്മളെ അടുത്ത ഭഗവാന്റെ പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് നോക്കാം. ഭഗവാനിൽ എന്തെല്ലാം കാര്യങ്ങളാണ്, 40 കാര്യങ്ങളാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഭഗവാനിൽ വസിക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഗുരുദേവ് की जय, प्रभुपाद की जय, अनंत कोटि वैष्णव वृंद की जय. सत्यं शौचं दया क्षान्तिस् त्याग सन्तोषार्जवं शमोदमस्तपः साम्यं
തിദിക്ഷോപരതിശ്രുതം. ജ്ഞാനം വിരക്തിരൈശ്വര്യം ശൗര്യം തേജോബലം സ്മൃതി സ്വാതന്ത്ര്യം കൗശലം കാന്ത് ധൈര്യം മാർത്തവമേവ ച. പ്രാഗൽഭ്യം പ്രശ്രയശീലം സഹ ഓജോബലം ഭഗഃ. ഗാംഭീര്യം സ്ഥൈര്യമാസ്തിക്യം കീർത്തിമാനോനഹം കൃതി. ഏതേ ചാന്യേ ച ഭഗവൻ നിത്യാ യത്ര മഹാഗുണാഃ. പ്രാർത്ഥ്യാ മഹത്വമിശ്ചത് ന വിയന്തി സ്മ കർഹിചിത്. തേനാഹം ഗുണപാത്രേണ ശ്രീനിവാസേന സാമ്പ്രതം ശോചാമി രഹിതം ലോകം പാപ്മനാ കരിനീക്ഷിതം. സത്യം ശൗചം ദയാക്ഷാന്തിസ്ത്യാഗ സന്തോഷാർജവം ശമോദമസ്തവ സാമ്യം തിദിക്ഷോപരതിശ്രുതം. ജ്ഞാനം വിരക്തിരൈശ്വര്യം ശൗര്യം തേജോബലം സ്മൃതി സ്വാതന്ത്ര്യം കൗശലം കാന്ത് ധൈര്യം മാർത്തവമേവ ച. പ്രാഗൽഭ്യം പ്രശ്രയശീലം സഹ ഓജോബലം ഭഗഃ. ഗാംഭീര്യം സ്ഥൈര്യമാസ്തിക്യം കീർത്തിമാനോനഹം കൃതി. ഏതേ ചാന്യേ ച ഭഗവൻ നിത്യായത്ര മഹാഗുണാഃ. പ്രാർത്ഥ്യാ മഹത്വമിച്ഛത് ന വിയന്തി സ്മ കർഹിചിത്. തേനാഹം ഗുണപാത്രേണ ശ്രീനിവാസേന സാമ്പ്രതം ശോചാമി രഹിതം ലോകം പാപ്മനാ കരിനീക്ഷിതം. ഹരേ കൃഷ്ണ. നമ്മളെ ഇതിനകത്ത് ഓരോ വാക്കും ശ്രീല പ്രഭുപാദിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് മിക്കവാറും വാക്കുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. നമുക്കിത് കഴിഞ്ഞിട്ട് ശ്ലോകം വായിക്കാം. അപ്പൊ നമുക്ക് അതിന്റെ വാക്കുകൾ എന്തൊക്കെയാണ് ഭഗവാനിൽ അന്തർലീനമായിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. സത്യം എല്ലാവർക്കും അറിയാം. ശൗചം ശുചിത്വമാണെന്നറിയാം. ദയ എന്താണെന്നറിയാം. ശാന്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മസംയമനം പാലിക്കണം എന്നുള്ളതാണ് ശാന്തി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ നമുക്ക് മലയാളത്തിൽ കിട്ടാത്തത്, അല്ലെ? ത്യാഗ എല്ലാവർക്കും അറിയാം. ഔദാര്യ മനസ്ഥിതി, ത്യാഗം ചെയ്യുക. സന്തോഷം എന്ന് പറഞ്ഞാൽ ആത്മസംതൃപ്തി ഉണ്ടാകുക. ആർജവം എന്ന് പറയുമ്പം സത്യസന്ധതയാണ് അവിടെ. ശമം, നിങ്ങൾ ഇതെല്ലാം ഭഗവത്ഗീതയിൽ പഠിച്ച വാക്കുകളാണ്. ശമ എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഏകാഗ്രമാക്കുന്നതിനെയാണ് ശമം എന്ന് പറയുന്നത്. ദമോ അവിടെ പഠിച്ച ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം, ദമം എന്ന് പറയുന്നത്. പിന്നെ തപഹ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ എന്ന് പറയുമ്പം നമ്മൾക്ക് ചെയ്യേണ്ട കർത്തവ്യങ്ങളെല്ലാം നമ്മൾ ആത്മാർത്ഥമായി നിറവേറ്റിയിരിക്കണം. നമ്മൾ ഒരു കാര്യത്തിന് ടൈമിന് എത്തണം എന്ന് പറഞ്ഞാൽ ടൈമിന് എത്തണം. ചെയ്യേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്തിരിക്കണം. അത്. പിന്നെ സാമ്യം എന്ന് പറഞ്ഞാല് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതാണ് സാമ്യം എന്ന് പറയുന്നത്. അപ്പൊ അത് വേർതിരിച്ചറിയണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ തിദിക്ഷ നമുക്ക് പഠിച്ചിട്ടുള്ള എന്താണ്, മറ്റുള്ളവരുടെ അപരാധങ്ങളെ പൊറുക്കുന്നതിന് തിദിക്ഷ എന്ന് പറയും. അതുപോലെ ഉപരതി എന്ന് പറഞ്ഞാൽ നമുക്ക് ലാഭമോ നഷ്ടമോ വന്നോട്ടെ, നമുക്ക് അതിനകത്തൊന്നും നമുക്കില്ല. കാരണം നമ്മൾ അതിനെക്കുറിച്ച് വറീഡല്ല. നമ്മൾക്ക് വരേണ്ടത് വരുന്നു. ലാഭം വരേണ്ടപ്പം ലാഭം വരും, നഷ്ടം വരേണ്ടപ്പം നഷ്ടം വരും. അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതിരിക്കുക. ലാഭനഷ്ടങ്ങൾ യാതൊരു ഇതുമില്ലാതെ ഇരിക്കുക. പിന്നെ എന്തു പറയും, നമ്മളെ ഒരു ഉദാസീനത മനസ്സിൽ. അത്. പിന്നെ ശ്രുതം എന്ന് പറഞ്ഞാല് ധർമ്മശാസ്ത്രത്തിന് അനുസൃതമായ അല്ലെങ്കിൽ വേദവിഹിതമായ അനുശാസനങ്ങളെ നമ്മൾ മനസ്സിലാക്കി അതിനെ അനുവർത്തിച്ച് തന്നെ പോകണം എന്നുള്ളതാണ് ശ്രുതം. ശ്രോതവ്യം, കീർത്തിതവ്യം എന്നൊക്കെ പറയുന്നത് ശ്രുതം. പിന്നീട് ജ്ഞാനം നമുക്കറിയാം. ജ്ഞാനവും വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജ്ഞാനം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന അറിവ്. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ പ്രാക്ടിക്കലാക്കുക. നമുക്ക് ഉള്ള അറിവിനെ നമ്മൾ പ്രാക്ടിക്കലാക്കുക. ഇവിടെ വിജ്ഞാനം എന്ന് പറയുമ്പോൾ ആത്മസാക്ഷാത്കാരമാണ്. പിന്നെ വിരക്തി, ഇന്ദ്രിയാസ്വാദനത്തോട് നമുക്കൊക്കെ എല്ലാവർക്കും ഇന്ദ്രിയാസ്വാദനത്തോട് ഭയങ്കരമായ ആത്മാർത്ഥത. നമുക്ക് അത് വേണം ഇത് വേണം എന്നുള്ള ആഗ്രഹമാണ്. ഇപ്പൊ ഓണമാണ്, ഇതെല്ലാം വാങ്ങിച്ചു കൂട്ടണം. അയ്യോ അവിടെ അത് കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു, അത് വാങ്ങിക്കണോ, ഇത് വാങ്ങിക്കണോ, വിലക്കുറവുണ്ട്, അതായത് അങ്ങനെയുള്ള ഒന്ന് ഇല്ലാതെ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ജ്ഞാനം, വിജ്ഞാനം, വിരക്തി, ഇന്ദ്രിയാസ്വാദനത്തിലുള്ള വിരക്തി, ഐശ്വര്യം എല്ലാവർക്കും അറിയാവുന്നത്.
ഇവിടെ ഐശ്വര്യം എന്ന് പറയുമ്പോൾ കുറച്ച് എല്ലാത്തിലും ഒരു ഉന്നതി, ഒരു നേതൃത്വ ഭാവം എത്തിച്ചേരുക. ശൗര്യം എന്ന് പറയുമ്പോഴേ പരാക്രമം. പിന്നെ തേജസ് തന്നെ, ബലം തന്നെ. പിന്നെ സ്മൃതി ഓർമ്മ എന്ന് പറയാം. പിന്നെ കർത്തവ്യത്തിൽ യഥാർത്ഥമായ കർത്തവ്യത്തെ മനസ്സിലാക്കി അതിന് വേണ്ട രീതിയിൽ അവിടെ എത്തിച്ചേരുന്നതിനെയാണ് നമ്മൾ ഇവിടെ സ്മൃതി എന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന അർത്ഥം തന്നെയാണ്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്ത് ചെയ്യാനുള്ള, മറ്റുള്ളവരോട് ചോദിക്കാതെ, എന്ന് വെച്ചാൽ നമ്മൾ മറ്റാരെ ആശ്രയിക്കാതെ എല്ലാം ചെയ്യാനുള്ള കഴിവ്. കൗശലം അറിയാം, പിന്നെ കാന്തി അറിയാം, ധൈര്യവും അറിയാം. പിന്നെ മാർത്തവം എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവരോട് തോന്നുന്ന ദയാഭാവത്തെയാണ് മാർത്തവം എന്ന് പറയുക. പിന്നീട് പ്രാഗൽഭ്യം എന്ന് പറയുമ്പോൾ നമുക്ക് മിടുക്ക്, സമർത്ഥ്യം, അത് മലയാളം തന്നെ. പ്രശ്രയ എന്ന് പറയുമ്പം കുലീനമായ ഒരു കുലീനമായ ജന്മം, അല്ലെങ്കിൽ ആ ജന്മത്തിൽ കുലീനമായി പെരുമാറുക, അത് മനസ്സിലാക്കിയാൽ മതി. പ്രശ്രയ, കുലീനമായ പെരുമാറ്റം. പിന്നെ ശീലം അതറിയാം. പിന്നെ അടുത്തത് സഹഹ. അവിടെ വരുമ്പോൾ നമുക്കൊരു നിശ്ചയദാർഢ്യം, ഇത്രയും കാര്യങ്ങളിൽ ഒരു നിശ്ചയദാർഢ്യം. പിന്നെ ഓജഹ എന്ന് പറഞ്ഞാൽ പരിപൂർണമായ ജ്ഞാനം. ബലം, ഒരു നമ്മൾ എന്തെങ്കിലും ഒരു ഇപ്പൊ ഇന്ന് ഏകാദശിയാണ്, ഏകാദശി നോക്കുന്നു എന്ന് പറയുമ്പോഴേ നമ്മൾ ആ ഏകാദശി നോക്കുമ്പോൾ ഞാൻ ഇന്ന് നോക്കിയിരിക്കും എന്നുള്ള ആ മനസ്സിന്റെ ചഞ്ചലമില്ലാതെ അത് നോക്കുക. ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ ചിലരുടെ വൈകോളം ജലം കുടിക്കാതെ ഇരിക്കും, നിർജ്ജലരായിട്ട് എടുക്കും. ചിലർ ഉച്ചവരെ ഇരിക്കും, ചിലര് രാവിലെ തൊട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാവുന്നത് കഴിക്കും. അങ്ങനെയൊക്കെയുള്ള ഭാവം എടുക്കുക. എന്താണോ നമ്മൾ അനുഷ്ഠാനത്തിൽ അത്രയും ഇതായിട്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നീട് ഓജ, പരിപൂർണമായ ജ്ഞാനം ഉണ്ടാകുക. ഭഗ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ ഭഗ എന്ന് പറയുമ്പം എന്തിനേലും ഒന്നിനെ നമ്മൾക്ക് എന്താണ് ഒരു ആസ്വദിക്കാനുള്ള ഒരു ഏതെങ്കിലും ഒരു മാർഗം. ഗാംഭീര്യം, ഒരു നമ്മൾക്ക് അറിയാവുന്നതാണ്, ഗംഭീരമായ നല്ല പെരുമാറ്റം, ഗാംഭീര്യത്തോടുകൂടി നല്ല ഉയർന്ന പെരുമാറ്റം. സ്ഥൈര്യം എന്ന് വെച്ചാൽ സ്ഥിരത. ആസ്തിക്യം, നമുക്ക് വിശ്വാസ്യത്തോടുകൂടി പെരുമാറുക, ആസ്തിക്യം. കീർത്തി എന്ന് പറഞ്ഞാൽ യശസ്. മാനഹ എന്ന് പറഞ്ഞാൽ ആദരവ്. അനഹങ്കൃതി, യാതൊരു അഹങ്കാരവും ഇല്ലാത്ത ഭാവം, അനഹങ്കൃതി. പിന്നീട് അവിടെ ചായൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാ. അന്യെന്ന് വെച്ചാൽ മറ്റുള്ളവർ. ഭഗവാൻ തന്നെ പരമദിവ്യോത്തം കൃഷ്ണനായ ഭഗവാൻ. നിത്യം എന്ന് പറഞ്ഞാൽ അനശ്വരമായിട്ടുള്ളത്. മഹാഗുണാഹ, മഹാഗുണം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠ ഗുണം. മഹത്വം, ശ്രേഷ്ഠത. ഇച്ഛഭി, അപ്രകാരം ആഗ്രഹിക്കുന്നവർ. വിജയന്തി, ക്ഷയിപ്പിക്കുന്നു അല്ലെങ്കിൽ അധപ്പതിപ്പിക്കുന്നു. വിയന്തി എന്ന് പറഞ്ഞാല് ഡിക്ലൈൻ ചെയ്യുക, ക്ഷയിപ്പിക്കുക. പിന്നെ തേന, ഭഗവാനാൽ. അഹം, ഞാൻ, സ്വയം എന്നുള്ളതാണ്. ഗുണപാത്രേണ, സർവഗുണങ്ങളും അടങ്ങിയിരിക്കുന്ന സംഭരണി. പിന്നെ ശ്രീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാം, ഐശ്വര്യദേവത. നിവാസേന, വിശ്രമസ്ഥാനത്തിന് സമീപം. സാമ്പ്രതം എന്ന് വെച്ചാൽ നമ്മൾ പറയും, സാമ്പ്രതം എന്ന് വെച്ചാൽ അടുത്ത സമയത്ത്. ശോചാമി, ഞാൻ ചിന്തിക്കുന്നു, എന്തിനെങ്കിലും ഒന്നിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. രഹിതം, രഹിതം എന്ന് വെച്ചാൽ ഇല്ലാതാക്കപ്പെട്ട, ലോകങ്ങൾ. പാപ്മന, സർവപാപങ്ങളുടെയും സഞ്ചയത്താൽ. കലിയാൽ. ഈക്ഷിതാം, ദൃശ്യമായി. ഇത്രയും വാക്കുകൾ ഈ 4 ശ്ലോകങ്ങളിലായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങൾ നമുക്കിന്ന് നോക്കാം. ഹരേ കൃഷ്ണ. അതിന്റെ വിവർത്തനം തന്നെ ഒരുപാട് വലുതാണ്. ഹരേ കൃഷ്ണ. ആരുടെയില്ല പുസ്തകം ഉള്ളത്? വായിക്കുന്നത് ആരാണ്? എന്ന് വായിച്ചോട്ടെ. ഹരേ കൃഷ്ണ. വാസുദേവായ. സത്യം ശൗചം ദയാ ശാന്തിർ ത്യാഗ സന്തോഷ ആർജവം ശമോ ദമസ്തപ സാമ്യം തിദീക്ഷോ പരിധിശ്രുതം. ഹരേ കൃഷ്ണ. 2 ലൈൻസ് മതി, അപ്പൊ നിർത്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ആദ്യത്തെ 2 ലൈൻ എടുക്കുമ്പോഴേ അതിനകത്ത് വന്ന വാക്കുകളാണ് ഞാൻ വായിക്കാൻ പറഞ്ഞത്. സത്യം എന്ന് പറയുമ്പം സത്യനിഷ്ഠനായിരിക്കുക. രാമചന്ദ്രസ്വാമിയുടെ സ്വഭാവങ്ങൾ നമ്മളെ പഠിച്ചപ്പം നമ്മൾ എടുത്തിരുന്നു. അതെ, സത്യനിഷ്ഠനായിരിക്കുക. സത്യം
പിന്നെ അടുത്തത് ശൗചം. ശൗചം എന്താണ് അർത്ഥം പറഞ്ഞു തന്നത്? ശൗചം എന്ന് പറയുന്നത് നല്ല ശുചിത്വത്തോടു കൂടി ഇരിക്കുക. സത്യം, ശൗചം, ദയാ, ക്ഷാന്തിസ്, ത്യാഗ, സന്തോഷാർജവം, ശമോദമസ്തവ സാമ്യം, തിദിക്ഷോ ചരതി സ്മൃതം. അപ്പൊ ഇവിടെ വിവർത്തനത്തിൽ ശ്രീല പ്രഭുപാദി കി ജയ്, ഗുരുദേവ് കി ജയ്. സത്യനിഷ്ഠ, പരിശുദ്ധത, ദയ, അതുപോലെ ക്രോധത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ്, ശക്തി, ആത്മസംതൃപ്തി, സത്യസന്ധത, മനസ്സംയമനം, അതുപോലെ ഇന്ദ്രിയ സംയമനം, ഉത്തരവാദിത്വം, സമഭാവം, സഹനശക്തി, സമചിത്തത, വിശ്വസ്തത, വിജ്ഞാനം, വിരക്തി, അതുപോലെ നേതൃത്വ ഗുണം, ധീരോദാത്തത, സ്വാധീന ശക്തി, എന്തും സാധ്യമാക്കാനുള്ള ശക്തി, സ്വകീയ കർത്തവ്യ നിർവഹണം, അതുപോലെ പരിപൂർണമായിട്ടുള്ള പരിപൂർണ സ്വാതന്ത്ര്യം, നിപുണത, സർവ സൗന്ദര്യപൂർണത, നൈർമല്യം, ദയാലുത്വം, സാമർത്ഥ്യം, അതുപോലെ കുലീന ജന്മം, ദക്ഷത എന്ന് പറഞ്ഞാൽ കുലീനമായ ജനനം, അതുപോലെ മഹാമനസ്കത, നിശ്ചയദാർഢ്യം, വിജ്ഞാനത്തിലും പരിപൂർണത, യുക്തമായ നിർവഹണം അഥവാ കണിശമായ അനുഷ്ഠാനം, സർവഭോഗ്യ വസ്തുക്കളുടെയും അഥവാ വിഷയങ്ങളുടെയും അധികാരം, ഹർഷം, അചലം, അതുപോലെ സ്ഥിരത, സൂക്ഷ്മത, യശസ്, ആരാധന, അഹന്തമില്ലായ്മ, അസ്തിത്വം, അതുപോലെ സനാതനത്വം. ഇത്രയും ഗുണങ്ങൾ ഭഗവാനിൽ നിവസിക്കുന്നു. ഞാനത് വായിക്കാനാണ് പറഞ്ഞത്. പക്ഷെ മാതാജിക്ക് ശ്ലോകത്തോടുള്ള താല്പര്യം കൊണ്ട് അതൊന്നും ശ്രദ്ധിക്കാതെ ശ്ലോകം വായിച്ചതാണ് ചെയ്തത്. അപ്പൊ ചിലർക്ക് അങ്ങനെയാണ്, ശ്ലോകം വായിക്കുന്നതിനോട് വലിയ താല്പര്യമായിരിക്കും. ഹരേ കൃഷ്ണ, അതൊരു നല്ല ഗുണം തന്നെ. അപ്പം അവയ്ക്ക് പുറമെ ഒരിക്കലും അദ്ദേഹത്തിൽ നിന്നും വേർപെടുത്താനാവാത്ത മറ്റനേകം അതീന്ദ്രിയ ഗുണങ്ങൾ ശാശ്വതമായി അദ്ദേഹത്തിൽ വസിക്കുന്നു. സർവ ഐശ്വര്യങ്ങളുടെയും നന്മയുടെയും സർവ സൗന്ദര്യങ്ങളുടെയും നിറകുടമായ ആ പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ ലീലകൾ ഈ ഭൂമുഖത്ത് അവസാനിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ കലിയുഗം അതിന്റെ പ്രഭാവം സർവയിടത്തും വ്യാപിപ്പിച്ചിരിക്കുന്നു. ഈ സ്ഥിതിവിശേഷം ദർശിക്കുന്നതിൽ എനിക്ക് അത്യന്തം വ്യസനമുണ്ട്. അപ്പം ഭഗവാൻ പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ ദർശിക്കുന്നതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട് എന്നാണ് ആര് പറയുന്നത്? ഭൂമിദേവി പറയുന്നത്. അപ്പം അവിടെ എന്തെല്ലാം മാറ്റമുണ്ട്, ഭഗവാന്റെ ഗുണങ്ങൾ എന്തെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഭൂമിയിൽ കാലുകുത്തി ഭഗവാൻ നടന്നിരുന്നപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു, അതെല്ലാം ഇവിടെ നഷ്ടമായല്ലോ എന്നുള്ള ഒരു ചിന്ത അവരെ അസ്വസ്ഥയാക്കുന്നു. അതോടൊപ്പം ഭൂമിയിലുണ്ടായ മാറ്റങ്ങളും അവരെ, ഭൂമിദേവിയെ അസ്വസ്ഥയാക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഭഗവാന്റെ ഈ ഗുണങ്ങളെല്ലാം അദ്ദേഹത്തെ ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ മാത്രമേ നമുക്കുള്ളൂ. ഭഗവാന്റെ ഗുണങ്ങൾ ആർക്കും എടുത്തു പറയാൻ കഴിയുകയില്ല, എണ്ണി തീർക്കാൻ. 1000 നാവുള്ള ഒരു അനന്തന് പോലും എത്രയോ കാലാകാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ എന്നിട്ടും എന്ത് നടക്കുന്നില്ല? ഭഗവാന്റെ ഗുണങ്ങളെ എണ്ണിത്തീരാൻ കഴിയുന്നില്ല. ഭഗവാന്റെ ഗുണങ്ങൾ ഭഗവാന് തന്നെ അറിയില്ല. അതിനപ്പുറമാണ് ഭഗവാന്റെ ഗുണങ്ങളെന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തെ ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഗുണങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ അതുകൊണ്ടൊന്നും ഭഗവാനാകുന്നില്ല. ഭഗവാൻ എന്ന് പറയുമ്പം അനന്തമായിട്ടുള്ളതാണ് ഭഗവാൻ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ ട്രാൻസ്ലേഷൻ പർപ്പോട്ടും നോക്കാം. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പോട്ട് ബൈ ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി കി ജയ്, ഗുരുദേവ് കി ജയ്, പ്രഭുപാദി കി ജയ്, അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ ഭഗവാന്റെ ഗുണങ്ങൾ നമുക്ക് എണ്ണി തീർക്കാൻ കഴിയില്ല, പറഞ്ഞു തീർക്കാനൊന്നും കഴിയയില്ല. പല സബ്ജക്റ്റില് ഭഗവാന്റെ ഓരോ ഗുണങ്ങളെയും എടുത്തിട്ട്, ഇപ്പൊ നമ്മള് ആദ്യത്തെ സത്യനിഷ്ഠ, പരിശുദ്ധത, ദയ, ഈ 3 നമുക്കിപ്പം നോക്കാം. സത്യനിഷ്ഠത, ഭഗവാന്റെ അതില് സത്യം പാലിക്കുന്നതിലുള്ള ആ ഒരു പ്രത്യേകത, പരിശുദ്ധമായ നിർമ്മലമായ സ്വഭാവം, അതുപോലെ മറ്റുള്ളവരുടെ നിർഭാഗ്യം, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ആപത്തുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് അസഹിഷ്ണുനായിട്ട് അവരോട് ദയ കാണിക്കുന്ന പ്രത്യേകത. അപ്പൊ നമുക്ക് ഓരോന്നിനെയും നോക്കുമ്പോഴേ ഭഗവാൻ ഇതിലെല്ലാം പ്രത്യേകം ഇടപെട്ടിരുന്നു. അദ്ദേഹം ഭഗവാനായിട്ട് ഇവിടെ വന്ന അവസരത്തിൽ അദ്ദേഹം ആരാണ്?
രണ്ട് ബലരാമനും ശ്രീകൃഷ്ണനും ഇവിടെ വന്നപ്പം എന്താണ് പറയുന്നത്? കുന്തിദേവി പറയുന്നുണ്ട്, അവരെ മനസ്സിലാക്കാൻ ആർക്കും കഴിയുന്നില്ല. രണ്ട് യഥാർത്ഥ കുട്ടികൾ കളിച്ചു നടക്കുന്നത് പോലാണ് അവര് നടന്നത്. അപ്പൊ അവരിലുള്ള ആ ദയാഭാവത്തെ കുറിച്ച്, അദ്ദേഹം സത്യനിഷ്ഠ അതുപോലെ പരിശുദ്ധതയുമുള്ള ആളായിരുന്നു. അതുപോലെ ദയാഭാവത്തെ വളരെയധികം കൂടി പ്രശംസനീയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ദയയെക്കുറിച്ച്. അപ്പൊ ഓരോന്നിനും പല സബ് ഹെഡിങ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ അത് പഠിച്ചെടുക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളാണെങ്കിലും ഭഗവാന്റെ ആ ദയാഭാവം എന്തൊക്കെയാണ് എന്നുള്ളത് എന്ന് വെച്ചാൽ, മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ ആ സന്തോഷത്തെ വളരെയധികം ആ സന്തോഷത്തോടൊപ്പം ചേരുകയും, അസന്തോഷമാണ് വരുന്നതെന്ന് വെച്ചാൽ അവിടെ സഹിക്കാൻ പറ്റാത്ത ഒരു ഭാവവും ഉണ്ടാകുന്നു. അതിന് നമുക്ക് ഒരുപാട് ജീവഗോസ്വാമി അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഭഗവാന് സറണ്ടേഡ് ആയിട്ടുള്ള സോൾസിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഭഗവാൻ അവിടെ ചെയ്തത്. അപ്പൊ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അവിടെ ആരാണോ ഭഗവാനെ സറണ്ടർ ചെയ്തിരിക്കുന്നത് അവരെ ഒരു തരത്തിലും വിഷമിപ്പിക്കാൻ ഭഗവാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാം. പക്ഷെ കുറച്ച് ഭഗവാൻ ഒന്ന് വെയിറ്റ് ചെയ്യും. അവരുടെ സ്വഭാവം കൂടി മനസ്സിലാവും. അവർ ശരിക്കും സറണ്ടർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാൻ വേണ്ടി ഭഗവാൻ അല്പം വെയിറ്റ് ചെയ്തെന്ന് വരും. നമുക്ക് എക്സാമ്പിൾ ആരെയൊക്കെ എടുക്കാം? ഹരേ കൃഷ്ണ, ആർക്കൊക്കെ പറയാം? ആരെ നമുക്ക് ഭഗവാനെ പൂർണ്ണമായി ശുദ്ധ ഭക്തരെ ഭഗവാൻ അവിടെ സറണ്ടർ ചെയ്ത ഭക്തന്മാരെ സംരക്ഷിച്ചിരുന്നു എന്നുള്ളതിന് ആരും കിട്ടുന്നില്ലേ നിങ്ങൾക്ക് ഇത്രയും ഭാഗവതം പഠിച്ചിട്ട്? പ്രഹ്ലാദൻ, ധ്രുവൻ, ഉദ്ധവർ, അർജുനൻ, കറക്റ്റ്, അർജുനൻ. കാരണം പൃഥു മഹാരാജാവ് ഓരോരുത്തരെ എടുക്കുമ്പോഴും നമുക്ക് അവിടെ കാണാം ഓരോരുത്തരെയും സംരക്ഷിക്കുന്നതിനായിട്ട് ഭഗവാൻ എന്തൊക്കെയാണ്, ഏത് രീതിയിലാണ് ആവശ്യം. അപ്പൊ അർജുനനെ പല പ്രാവശ്യം നമുക്കറിയാം അല്ലെ. അതുപോലെ പിന്നെ ദ്രൗപദിയെ ഓർമ്മയില്ലേ? ദ്രൗപദി പിന്നീട് ആരാണ്? 16,100 രാജ്ഞിമാര്. ഇങ്ങനെ ഓരോരുത്തരെയും അവരുടെ ഒക്കെ ആ ത്യാഗ മനസ്ഥിതി മനസ്സിലാക്കി, അവരുടെ മനസ്സ് എന്നിൽ തന്നെ ഉണ്ട് എന്ന് ഭഗവാന് തോന്നൽ വരുമ്പോഴാണ് ഭഗവാൻ അവരെ സംരക്ഷിക്കാനായിട്ട് മുന്നോട്ട്. നമുക്കറിയാം ദ്രൗപദി ആദ്യമൊക്കെ ഭഗവാനെ എത്ര പ്രാവശ്യം ദ്രൗപദി എല്ലാവരെയും ആദ്യമേ അവർക്ക് വിളിക്കാവുന്നവരെയൊക്കെ വിളിച്ചു നോക്കി. ഭഗവാനെ അല്ല ആദ്യം ബുദ്ധിമുട്ടിച്ചത് അല്ലെ. അപ്പൊ ആദ്യം ബാക്കിയുള്ളവരെയൊക്കെ അവിടെ ഇരിക്കുന്ന കഴിവുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു നോക്കി, ഒന്നും പറ്റിയില്ല. അവസാനമാണ് ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുന്നത്. അപ്പം അവർ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് എന്റെ ഭഗവാനെ ആദ്യം വിളിച്ചത് എന്തുവാ? ദ്വാരകാധീശ എന്ന് വിളിച്ചു. അപ്പൊ അവിടുന്നും ഭഗവാനെ അവിടെയും ഒന്ന് വെയിറ്റ് ചെയ്തു. അവിടെയാണ് എന്റെ ഭഗവാനെ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ സംരക്ഷിക്കാൻ വേറെ ആരും ഇല്ല. അത് ഒരവസ്ഥ അവർക്ക് വന്നെത്തി എന്ന് കഴിഞ്ഞപ്പോഴാണ് ഭഗവാനെ ദ്രൗപദിയെ അതുപോലെ എന്തെല്ലാം പ്രശ്നത്തിൽ പെട്ടു പ്രഹ്ലാദ് മഹാരാജാവ്. അദ്ദേഹത്തെ എപ്പോഴും സഹായിക്കാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു പില്ലറിനെ അമ്മയാക്കിക്കൊണ്ട് അല്ലെ. പല രീതിയിൽ ഭഗവാൻ വരും, ഏത് രീതിയിലൊക്കെ വരുമെന്ന് അറിഞ്ഞുകൂടാ നമുക്ക്. ഒരു പില്ലറിനെ മാതൃസ്ഥാനം കൊടുത്തുകൊണ്ടാണ് അവിടുന്ന് ചാടി വരുന്നത്. അപ്പൊ ആ ഒരു രീതിയിലെ പ്രഹ്ലാദനെ എത്ര സന്തോഷവാനായിട്ട് വന്നു കഴിഞ്ഞ് ഭക്തനെ കണ്ടപ്പോഴുണ്ടായ ഭഗവാന്റെ സന്തോഷവും ഭക്തനെ സംരക്ഷിക്കാനുള്ള വ്യഗ്രതയും ആ ഭക്തനോടുള്ള വൈരാഗ്യം കാണിച്ചതിൽ തന്റെ ദ്വാരപാലകനായിരുന്നു എന്നൊക്കെ ഭഗവാൻ അറിയാൻ ജയവിജയന്മാരെ കുറിച്ച്. എന്നിരുന്നാൽ പോലും ഭഗവാൻ തന്റെ ഭക്തരെ ഉപദ്രവിച്ചു എന്നത് കേൾക്കുമ്പോൾ ഭഗവാന് പിന്നെ നിൽക്കക്കള്ളിയില്ലാതെ ആ ഒരു പ്രഹ്ലാദനോട് കാണിച്ച കാരുണ്യം, അതുപോലെ ധ്രുവന് കുട്ടിയായിരുന്ന ധ്രുവന്റെ ആ മാനസികഭാവം കണ്ടുകൊണ്ട് അവിടെ ധ്രുവനോട്, പിന്നെ ആരും സംരക്ഷിക്കാനില്ലാത്ത നരകാസുരൻ പിടിച്ചുകൊണ്ട് പോയി കോട്ടയ്ക്കകത്ത് അടച്ചിരുന്ന ആ 16,100 രാജ്ഞിമാർ ഒരു പക്ഷെങ്കിൽ അവര് ഭഗവാനെ തന്നെ മനസ്സിൽ ധ്യാനിച്ചു കൊണ്ട് കഴിഞ്ഞിരുന്നു. ആ ഭഗവാനെ തന്നെ ധ്യാനിച്ചിരുന്ന അവർക്ക് സംരക്ഷണം കൊടുക്കാൻ അവരൊരു പക്ഷെങ്കിൽ ആരെ ധ്യാനിച്ചു എന്ന് പറഞ്ഞിട്ട് സമൂഹത്തിന് കാര്യമില്ല. സമൂഹത്തിലേക്ക് അവരിറങ്ങി വരുമ്പം അവരെ വേറൊരു രീതിയിൽ അവരെ മുദ്ര കുത്തുമെന്ന് ഭഗവാൻ അറിയാം. കാരണം അവരുടെ മനസ്സെന്തായിരുന്നു, അവരാരായിരുന്നു, ഇതൊന്നും സമൂഹത്തിന് അറിയില്ല. അപ്പൊ സമൂഹം അവരെ വേറൊരു രീതിയിൽ നരകാസുരന്റെ വെപ്പാട്ടികളായിട്ട് മുദ്ര കുത്തി
പോകും എന്നുള്ളത് ഭഗവാൻ അറിയാവുന്നത് കൊണ്ട് അവരെ അതുപോലെ സ്വീകരിക്കാൻ ഭഗവാൻ തയ്യാറാകുന്നു. ഇതൊക്കെ ഭഗവാനെ പിന്നെ അഹല്യയോടെ കാണിച്ചത്, അതുപോലെ വിഭീഷണനോട് കാണിച്ചത്. അപ്പൊ ഓരോ രീതിയിലും നമുക്ക് ഓരോ ഭക്തന്മാരെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ പല സമയത്തും നമ്മൾ ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ട് ചിലയിടത്ത് ഭഗവാൻ എന്തുകൊണ്ട് അവിടെ ചെയ്തില്ല എന്നൊരു ചോദ്യം വന്നാൽ അതിന് കാരണവും ഭഗവാന്റെ കയ്യിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ ഒന്നുകിൽ ഭഗവാനിലേക്ക് എത്താൻ വൃത്രാസുരനെ, എന്തുകൊണ്ടാണ് വൃത്രാസുരൻ ഏറ്റവും നല്ല ഭക്തനായിരുന്നു, വളരെയധികം ആസുരീയ ഭാവത്തോടു കൂടി തോന്നുമെങ്കിലും ഏറ്റവും നല്ല ഭക്തനായിരുന്നു വൃത്രാസുരൻ. അസുരനായിട്ട് വന്നു. അദ്ദേഹത്തിന്റെ അഹം ഹരേർത്തവ പാദൈകമൂല ദാസാനുദാസോ ഭവിദാസ്മി ഭൂയ എന്ന് പറയുമ്പോ തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഭാവം വളരെ ഇതായിട്ട്, എനിക്ക് വേറെ ഒന്നുമേ ആവശ്യമില്ല, ജാതപക്ഷായവ മാതരംഘക എന്ന് വെച്ചാൽ ഒരു ഏതൊരു രീതിയിൽ ഒരു അമ്മയുടെ അടുത്തൊരു കുഞ്ഞ് നിലവിളിച്ച് കരയുന്നത് പോലെ ഞാൻ അങ്ങയുടെ അടുത്ത് കരയുകയാണ്, അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ ഭഗവാനോട് അത്രമാത്രം സ്നേഹത്തോടെ അത്രമാത്രം ഭാവനയോടുകൂടി എന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആ ഒരു ഭാവമായിരുന്നു, സ്നേഹമായിരുന്നു വൃത്രാസുരന് ഭഗവാനോടുണ്ടായത്. എന്നിട്ട് പോലും എന്തുകൊണ്ട് ഭഗവാനെ തോൽപ്പിച്ചു എന്ന് ചോദിച്ചു കഴിയുമ്പോൾ എന്താണ്, അദ്ദേഹത്തെ ഏത് ഭാവത്തിലായാലും തന്നിലേക്ക് കൊണ്ടുപോകാൻ സമയമായി, തന്നിലേക്ക് അങ്ങ് എത്തിക്കാൻ സമയമായി. അപ്പൊ അതുകൊണ്ട് പക്ഷെ ചെയ്ത കർമ്മങ്ങളുടെ ഫലം അവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് ഇത് കൊണ്ടുപോകണമായിരുന്നു. അതുകൊണ്ടാണ് വൃത്രാസുരനെ അങ്ങനെ കൊണ്ടുപോയത്. അപ്പൊ അവിടെ നമുക്കൊരു വലിയ ക്വസ്റ്റ്യൻ സാധാരണ എല്ലാവരും ചോദിക്കാവുന്നതാണ്, എന്തുകൊണ്ട് വൃത്രാസുരനോട് ഇമ്പാർഷ്യലായിട്ട് വന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ അത് ഭഗവാന്റെ കാരുണ്യം തന്നെയാണ് അവിടെ കാണിച്ചത്. കാരണം എന്തെങ്കിലും ഒരു ചെറിയ കർമ്മം ബാക്കിയിട്ടേക്കാൻ തിരിച്ചു ഭൂമിയിലേക്ക് ഇനി വിടണ്ട, എന്റെ അടുത്ത് തന്നെ നിർത്തി വെക്കാം എന്നുള്ള ആ ഒരു ഭാവം ഭഗവാൻ ഉണ്ടാകുമ്പോൾ കൊടുക്കേണ്ടത് അങ്ങേയറ്റത്തെ പരീക്ഷിത് മഹാരാജാവിന്റെ കാര്യം കൂടി പോലെ എന്തെങ്കിലും ഒരു ഭാവം നമ്മളിലേക്ക് വരുമ്പോൾ തിരിച്ചങ്ങ് കൊണ്ടുപോകുന്നില്ല, ഇവിടെ നിൽക്കട്ടെന്ന് വെക്കും ചിലപ്പോഴേ. പക്ഷേ ഭഗവാനെ അങ്ങേയറ്റം ആ ഒരു വിശ്വാസത്തിന്റെ വന്നു കഴിയുമ്പോഴേക്ക് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും, അങ്ങ് എടുക്കുകയും ചെയ്യും. ഞാൻ അങ്ങ് എടുക്കുക എന്ന് പറയുന്ന പോലെ അങ്ങ് എടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഭാവമാണ് നമ്മളെ ഓരോ ഭക്തരിലും നമ്മൾ ഭാഗവതം മുഴുവൻ പഠിക്കുമ്പോൾ അങ്ങനെ ഭക്തരെ കുറിച്ച് ഇങ്ങനെ നമുക്കറിയാം. സംബന്ധ ആഭിധേയ പ്രയോജനമൊക്കെ പഠിച്ചപ്പം കാര്യങ്ങള് നമ്മൾ കുറച്ചുകൂടി വ്യക്തമാക്കിയ ഭക്തി എന്ത് പറഞ്ഞാലല്ല, ഭഗവാനോടുള്ള ബന്ധം വളർത്തുന്നതാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ ജീവിതത്തിൽ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ചിലപ്പം നമുക്ക് സാധന കുറഞ്ഞ യുദ്ധഭൂമിയിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ സാധന കുറഞ്ഞു പോയെന്ന് പറയാം. പക്ഷേ നമ്മുടെ ലക്ഷ്യം നമുക്ക് ഭഗവാനിൽ എത്തുകയാണ് എന്നുള്ള ആ ഭാവം നമ്മുടെ മനസ്സിൽ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല, പക്ഷേ ഭഗവാൻ അത് അറിയാം. അപ്പൊ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോകാതെ നമ്മൾ ചെയ്യേണ്ട സാധന ചെയ്യേണ്ട രീതിയിൽ ചെയ്യുമ്പോൾ അത് ഭഗവാൻ, നമ്മളിപ്പം ചിലപ്പോൾ ഒരു ദിവസത്തേക്ക് നമുക്ക് നമ്മളെ ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും കൃഷ്ണ ജയന്തിയോ രാധാഷ്ടമിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഉള്ളപ്പം നമ്മുടെ സാധനാഭക്തിയിൽ അല്പം വ്യതിചലനങ്ങൾ ചിലപ്പം പറ്റിയെന്നിരിക്കും. നമ്മുടെ ആ 16 വട്ടം ജപിക്കുന്നത് നമ്മൾ നടന്നുകൊണ്ടായിരിക്കാം ജപിക്കുന്നത്, ചിലപ്പം വേണ്ട രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മാറ്റങ്ങളൊക്കെ വരുമ്പോഴും നമ്മുടെ മനസ്സെവിടാണ്, ആ സേവയിലാണ്. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ നടക്കുന്നത്. ഇതും ഭഗവാൻ മനസ്സിലാക്കും എന്നുള്ളതാണ്. ഭഗവാൻ മനസ്സിലാക്കാൻ വയ്യാത്തതായിട്ട് ഒന്നുമില്ല. ഭാവം മനസ്സിലാക്കി ഭക്തനെ സംരക്ഷിക്കും എന്ന് നമ്മളെ അതിൽ സത്യനിഷ്ഠ അല്ലെങ്കിൽ നിർമ്മലത്വം അല്ലെങ്കിൽ ദയ ഇതൊക്കെ ഭഗവാൻ ഉണ്ടാക്കി. അപ്പം ജീവഗോസ്വാമി പറയുന്ന അതേ തന്നെ നമുക്ക് 3 നമുക്ക് എടുക്കാമെന്ന് പറയുന്നു. അപ്പം സറണ്ടേഡ് ആയിട്ടുള്ള സോൾസിനെ സംരക്ഷിക്കുന്നത് വഴി നമുക്ക് അത് എടുക്കാം എന്നാണ് അവിടെ പറഞ്ഞു തരുന്നത്. അപ്പം അങ്ങനെ ഓരോ ഭക്തരെയും സംരക്ഷിച്ചിരുന്നു. പിന്നെ ഓരോ ആത്മാവും എന്താണ് ചെയ്യേണ്ടത്? ഭഗവാനെ മാത്രം ശരണം പ്രാപിക്കുക. ഇപ്പൊ നമ്മൾ പലരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് എല്ലാവർക്കും കൃഷ്ണനെ ഇഷ്ടമാണ്,
കൃഷ്ണക്ഷേത്രത്തിൽ എല്ലാവരും പോവുകയും ചെയ്യും. പക്ഷേ ഒരു വിശ്വാസമുണ്ട്, കൃഷ്ണൻ വേണ്ട തരത്തിൽ വേണ്ട സമയത്ത് നമുക്കൊന്നും തരില്ല. അതുപോലെ അല്ലെങ്കിൽ നമുക്ക് ഗണപതിയായാൽ നമുക്കത് തരും, അല്ലെങ്കിൽ ദേവിയായാൽ തരും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാഗമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നൊക്കെ അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ആ ഭാഗത്തിലേക്ക് പോകുന്നത്. അപ്പൊ കാര്യസാധ്യത്തിനായിട്ട് നമ്മൾ പല ഭാഗത്തേക്കും പോകുന്നു. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട്, ആരൊക്കെ എന്തെല്ലാം ഭഗവത്ഗീതയിൽ നിങ്ങൾ പഠിച്ചു, എന്തെല്ലാം സാങ്ഷനാക്കി തന്നാലും ഇതെല്ലാം എന്റെ സാങ്ഷനോടാണ് കിട്ടുന്നത് എന്ന് നിങ്ങൾ മറക്കരുതേ എന്നുള്ളത് ഭഗവാൻ പ്രത്യേകം ഭഗവത്ഗീതയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട്, അങ്ങനെ എന്നെ മാത്രം നിങ്ങൾ ശരണം പ്രാപിക്കൂ, അങ്ങനെ സർവ്വവിധ പാപങ്ങളിൽ നിന്നും ഞാൻ സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറയുന്നുണ്ട്. എവിടെയാ അത് ഭഗവത്ഗീതയിൽ പറഞ്ഞു തന്നിരിക്കുന്നതെന്ന് ആർക്കെങ്കിലും പറയാം? സർവധർമാം പരിത്യജ്യ ശരണം പ്രജ അഹം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. അത് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങേ അറ്റത്തേതാണ് അല്ലെ? സർവധർമ്മങ്ങളും പരിത്യജിക്കുക. എന്ത് മാത്രം മതി? എന്നിൽ മാത്രം ശരണം പ്രാപിക്കുക. അല്ലാതെ അവിടെ കൊണ്ടുപോയി നമ്മളെ മറ്റുള്ളവർ ഭഗവാൻ യാതൊരു കുശുമ്പോ അങ്ങനെ മറ്റുള്ളവര് ഇത് ചെയ്യുന്നതിനുള്ള ഒന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ എന്നെ മാത്രം ശരണം പ്രാപിക്കുന്നതിന് വേറെ ആരും ഇല്ല. അതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കണം. അതാണ് അവിടുത്തെ ഭാവം എന്ന് പറയുന്നത്. കാരണം വേറെ ആരും അവനില്ല. അവൻ വേറെ ഒരാളുണ്ടെങ്കിൽ ആ ആള് ചെയ്തോട്ടെ എന്നുള്ളത് വരത്തില്ലേ? നമ്മളാണെങ്കിലും അങ്ങനെയല്ല വിചാരിക്കുന്നത്. ഇപ്പൊ എന്നെ മാത്രം ഒരാൾ സംരക്ഷിക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ ഞാൻ അതിനെ പൂർണ്ണമായിട്ട് ഇങ്ങ് എടുക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ് അല്ലെ? അപ്പം 9-ാം അധ്യായത്തിലും അതുപോലെ 18-ാം അധ്യായത്തിലും ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു, എന്തേ? മന്മനാ ഭവമദ്ഭക്തോ മത്യാരീമാം നമസ്കുരു മാമേ വൈഷസി സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ എന്ന് 18-ാമത്തെ അധ്യായത്തിൽ പറയുന്നു അല്ലെ? എന്റെ ഭക്തനാകൂ, മന്മനാ ഭവമദ്ഭക്തോ മത്യാരീമാം നമസ്കുരു, എന്നെ നമസ്കരിക്കൂ, എന്നെ ആരാധിക്കൂ, എന്നെ നമസ്കരിക്കൂ, മത്യാരീമാം നമസ്കുരു. ഞാൻ ആ രീതിയിൽ നീ തുടർന്നു വരികയാണെങ്കിൽ നിന്നെ ഞാൻ സംരക്ഷിച്ചു. അത് അല്പം മാറ്റി 9-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? മന്മനാഭവമദ്ഭക്തോ മത്യാജീമാം നമസ്കുരു മാമേ വൈഷസി സത്യന്തേ പ്രതിജാനേ പ്രിയോസിനി. ഈ ഓരോ നിമിഷത്തിലും നിന്നെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം എന്നാണ് പറയുന്നത്. അപ്പം ആ പൂർണ്ണ വിശ്വാസം നമ്മളിലേക്ക് വരുന്നില്ല, നമുക്കത് ഉണ്ടാകുന്നില്ല. എന്ത് ചെയ്യാനാണ്? നമ്മൾ ചെയ്ത കർമ്മഫലമായിട്ടായിരിക്കാം, എന്തോ ആയാലും അതുണ്ടെങ്കിൽ ഭഗവാൻ പൂർണ്ണമായും നമ്മളെ സംരക്ഷിക്കും. അവിടെ ആ ദയ ഭഗവാൻ കാണിച്ചിരിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നു ഇത് ഭഗവാൻ എല്ലാവർക്കും ഒരുപോലെയാണെന്ന് പറയുന്നല്ലോ അല്ലേ? അപ്പം അവിടെ എന്ത് ചെയ്യുന്നില്ല, പ്രത്യേക സംരക്ഷണം എല്ലാവർക്കും കൊടുക്കാത്തത് എന്തേ? ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ വരും അല്ലെ? അപ്പൊ അവിടെ ഭഗവാന്റെ ആ ഒരു അതീന്ദ്രിയ പ്രേമയുധത്തിൽ എപ്പോഴും ഭഗവാനെ മാത്രം ശരണം പ്രാപിക്കുന്നവരുടെ അടുത്താണ് ഭഗവാൻ കൂടുതൽ വരുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ മറ്റുള്ളവർക്കും കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട്? എല്ലാവർക്കും കിട്ടുന്ന പോലുള്ള അവസരങ്ങൾ എല്ലാവർക്കും ഈ ഭൗതിക ലോകത്തിൽ ഭഗവാന്റെ ശക്തി, 3 ശക്തികളുണ്ട്. അതിൽ ഭൗതിക ലോകമാകുന്ന ആ ഒരു ബഹിരംഗ ശക്തി വഴി എല്ലാവർക്കും ശക്തിയുണ്ട്. പണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം മഴ പെയ്യുന്ന അവസരത്തില് ജലം ഒഴുകി വരുന്നു എന്നുള്ളത്. ജലം ഒഴുകി വരുമ്പോൾ എല്ലാ പ്രദേശത്തുകൂടിയും വലിയ മഴയാണെങ്കിൽ ജലം ഒഴുകും അല്ലെ? അപ്പൊ ഒഴുകി വരുമ്പോൾ ഏത് ഭാഗമാണോ താണ് കിടക്കുന്നത്, ആ താണ് കിടക്കുന്ന സ്ഥലത്തേക്ക് ജലം കൂടുതലായിട്ട് ഒഴുകിയെത്തുമെന്നുള്ളത് ഒരു സത്യമായ കാര്യമല്ലേ? അപ്പൊ അങ്ങനെ ഒഴുകിയെത്തുമ്പോൾ അവിടെ പാർഷ്യാലിറ്റി ആ മഴ പാർഷ്യാലിറ്റി വലുതും കാണിച്ചതാണോ? മഴ പെയ്തതല്ലേ ഉള്ളൂ, ജലം വന്നതല്ലേ ഉള്ളൂ. ജലം ഒഴുകിയെടുത്ത് എന്താണ് താണ് കിടക്കുന്ന സ്ഥലത്തേക്ക് ജലം കൂടുതൽ ഒഴുകിയെത്തി എന്ന് നമ്മൾ മനസ്സിലാക്കും. അതുപോലെ ഭഗവാന്റെ കാരുണ്യവും എത്രമാത്രം വിനയത്തോടുകൂടി, എത്രമാത്രം സ്നേഹത്തോടുകൂടി, യാതൊരു പ്രത്യേക ഭാവവുമില്ലാതെ ആ ഭഗവാനെ മാത്രം ആഗ്രഹിക്കുന്നവർക്ക് അത് കൂടുതലായി ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്.
അപ്പം മറ്റുള്ളവർക്ക് സംരക്ഷണം ലഭിക്കുന്നില്ല എന്നോർത്ത് ഭഗവാനെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ അപ്പം ഭഗവാനോടുള്ള അതീന്ദ്രിയ പ്രേമിത സേവനത്തിൽ നിരതരായിരിക്കുന്നവരെ ഭഗവാൻ കൈവിടില്ല എന്നുള്ളത് തീർച്ചയാണ്. അതുപോലെ ഭഗവത് നാമത്തിലേക്ക് അവരെ മടങ്ങി കൊണ്ടുപോകുന്നതിന് ഭഗവാൻ പ്രത്യേകിച്ച് പ്രാധാന്യം കൊടുക്കുന്നു. അതുപോലെ അവരുടെ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റിയിട്ട് ചെല്ലാനുള്ള അവസരം പോലും കൊടുക്കുന്നുണ്ട്, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട്. അപ്പം ധ്രുവ മഹാരാജാവിനെ വളരെ ഭക്തിയനായി കണ്ടു എങ്കിലും അദ്ദേഹം ആഗ്രഹിച്ചത് എന്തായിരുന്നു? തൻ്റെ വലിയപ്പൂപ്പനെ പോലുള്ള ഒരു സാമ്രാജ്യത്തിന്റെ അധിപതിയായിരിക്കണം, അച്ഛന്റെ മടിയിലിരിക്കണം. അത് രണ്ടെണ്ണം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അച്ഛന്റെ മകനായിട്ട് തന്നെ ചെന്നിട്ട് ആ രാജ്യത്തിന്റെ അധിപതിയായിട്ട് എത്രയോ വർഷങ്ങള് അവിടെ താമസിക്കാനുള്ള അത് കഴിഞ്ഞിട്ട് നീ മടങ്ങി വരൂ, ധ്രുവ നക്ഷത്രമായിട്ട് അവിടെ നിർത്തുകയും ചെയ്തു, അല്ലെ? അപ്പൊ ആ ഒരു ഭാവം ഭഗവാൻ ആഗ്രഹിക്കുന്നു അതാണ് നമ്മൾ ആവശ്യമില്ലാതെ ഒന്നും ആഗ്രഹിക്കരുതെന്ന് പറയുന്നത്. ആഗ്രഹിച്ചാൽ അതിങ്ങി തരും. അപ്പൊ നമുക്കത് പ്രയോജനമില്ലാത്തതായിരിക്കും ചില സമയത്തെന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഭഗവാനോട് ആവശ്യപ്പെടുന്നത് നമ്മൾ വളരെ ചിന്തിച്ച് വേണം ആവശ്യപ്പെടാൻ എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ ഉത്തരവാദിത്തം, ഓരോരുത്തരുടെ ഉത്തരവാദിത്തം നിറവേറ്റാൻ അതുപോലെ പലയിടത്തും ഉണ്ട്. അതുപോലെ ഭഗവാന്റെ കാരുണ്യം എന്ന് പറയുന്നത് എടുത്തു പറയാൻ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തം നിറവേറ്റാനുള്ള അവസരം ഭഗവാൻ തരും. അപ്പം അതുവഴി ഇനിയിപ്പൊ ഇവരെയൊക്കെ സഹായിക്കുന്നതിന് വേണ്ടി ഭഗവാൻ നേരിട്ട് വന്നില്ലെങ്കിൽ ആരെ പറഞ്ഞുവിടും? ആരാണ് സാധാരണ പോയി എല്ലാവരെയും സഹായിക്കാൻ നടക്കുന്നത്? ഭഗവാനെ ചില സമയത്ത് ആരാണ് ഭഗവാനെ പാർഷദന്മാരുണ്ട്. പക്ഷെ പാർഷദന്മാരല്ല ഭഗവാൻ ഈ സമയത്ത് ഉപദേശം കൊടുക്കാനായിട്ട് അവിടെ എവിടെയും കൊട്ടാരത്തിൽ ഓടി നടക്കുന്നത് ആരാണ്? എന്തെങ്കിലുമൊക്കെ സാധിക്കുന്നതിന് ഇല്ലേ? പലയിടത്തും പല അവസരത്തിൽ ഓടിച്ചെന്ന് സഹായിക്കുന്നുണ്ട്. പിന്നെ ദുഷ്ടന്മാരായിരിക്കും, ആ ദുഷ്ടനെ ഒന്ന് ശിഷ്ടരാക്കാൻ വേണ്ടി നാരദ മഹർഷി ഒരുപാട് പണിപ്പെടും, അല്ലെ? അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ സൂര്യൻ ഉദിച്ചാൽ സൂര്യകിരണം എല്ലാവർക്കും ഒരുപോലെ ലഭിക്കും. പക്ഷേ അത് വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയെടുക്കാൻ അപ്പൊ സൂര്യനെ അഭിമുഖമായി നിന്നുകൊണ്ട് ആ സൂര്യരശ്മി നമുക്ക് പ്രയോജനപ്രദമാക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് പോലെ ഭഗവാന്റെ കാരുണ്യം നമ്മളെ നേടിയെടുക്കാൻ സാധിക്കുന്നു എങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. അതിനെതിരെ പ്രവർത്തിക്കുന്നവർ നിർഭാഗ്യവാന്മാരാണ് എന്ന് പറയുന്നു. അതിന് കാരണമായിട്ട് ദുഷിച്ച സംസർഗം വരാം. നമുക്കറിയത്തില്ലേ, എത്രയോ ദുഷിച്ച യഥാർത്ഥത്തിൽ രാവണന് വന്ന ദുഷിച്ച സംസർഗം രാവണനെ കൂടുതൽ രാക്ഷസ സ്വഭാവത്തിലായിരുന്നു. പക്ഷെ ആ ഭാവം കൂടുതൽ ഇതാക്കിയത് ദുഷിച്ച സംസർഗമാണ്. പലയിടത്തും നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. അവരുടെ ഞങ്ങൾ സഹായിച്ചു കൊള്ളാം, ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് കേട്ടുകൊണ്ട് രാവണൻ എന്തെല്ലാം അക്രമങ്ങൾ വീണ്ടും കാണിച്ചു. സ്വതവേ അക്രമിയായിട്ട് വന്നു എന്നിട്ടും, അല്ലെ? അങ്ങനെ ദുഷിച്ച സംസർഗം. അപ്പൊ അതൊന്നും ഇങ്ങനെയുള്ളതൊക്കെയും ഭഗവാൻ വളരെയധികം ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ബാഹ്യദൃഷ്ടിയാ നോക്കുമ്പോ ഭഗവാൻ ഭക്തരോടെ എല്ലാം ഒരു ചായവുണ്ട് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഭഗവാന്റെ മക്കളായതുകൊണ്ട് നമ്മളെ എല്ലാം ഭഗവാൻ ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട്. അപ്പം ഭഗവാൻ ഇതിന്റെ വിശ്വസ്ത ശക്തികളാണ് സർവ്വതും നിയന്ത്രിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാന്റെ അന്തരംഗ ശക്തി ആരെ ഏൽപ്പിച്ചിരിക്കുകയാണ്? അന്തരംഗ ശക്തി രാധാറാണി. കാരുണ്യത്തിനായിട്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, അല്ലെ? അപ്പൊ ആ ഒരു രാധാറാണിയെ ആണ് അതിന്റെ അളവുകോലായിട്ട് വെച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ ഭക്തയായിട്ടാണ് രാധാറാണി അവിടെ നിൽക്കുന്നത്. പിന്നെ ബഹിരംഗ ശക്തി ആരെ ഏൽപ്പിച്ചിരിക്കുന്നു? മായാദേവി. പാർവതി ദേവി അല്ലെങ്കിൽ ദുർഗയെയാണ് ഏൽപ്പിച്ചിരിക്കുന്ന. ഒരു കോട്ട കെട്ടി ദുർഗയെ അതിന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്തരംഗ വൃന്ദാവന ലീലകളെ, മധുര ലീലകളെ, ഇതൊക്കെ രാധാറാണിയുടെ കയ്യിലായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു എന്തൊക്കെ നമുക്ക് പറയാം, എല്ലാവരെയും സംരക്ഷിക്കാൻ ഭഗവാൻ എപ്പോഴും തയ്യാറായിരുന്നു. മധുര ഭഗവാന്റെ സ്വന്തം
സ്ഥലമാണ് മധുരയെ എത്ര പ്രാവശ്യം 18 പ്രാവശ്യമാണ് ജരാസന്ധൻ ആക്രമിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ നിന്നുകൊണ്ട് ഒരു ക്ഷത്രിയനായി പ്രജാസംരക്ഷണം നടത്തുന്നതിന് വേണ്ടി ഒരു ദിവസം കൊണ്ട് എന്ത് ചെയ്തു ഭഗവാൻ? ആ മധുരയിലുള്ള ജനങ്ങളെ സംരക്ഷിക്കാനായിട്ട് മധുരയെ മൊത്തം അവിടെ നിന്ന് മാറ്റി. അവര് ഉറങ്ങിക്കിടന്നിടത്തു നിന്ന് അദ്ദേഹത്തെ ദ്വാരകയിലേക്ക് എത്തിയത് പോലും അവിടുത്തെ പ്രജകൾ അറിഞ്ഞില്ല എന്നുള്ള അത്രമാത്രം. കാരണം എന്നോടുള്ള യുദ്ധത്തിനാണ് ആര് വരുന്നത്? ജരാസന്ധൻ വരുന്നത്. അപ്പൊ എന്നോട് യുദ്ധത്തിന് വരുന്നത് കൊണ്ട് എന്റെ പ്രജകൾ കഷ്ടപ്പെടരുതേ എന്ന ഭാവത്തോടു കൂടി അവിടെ അദ്ദേഹം അത് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ക്ഷത്രിയനായി പ്രജാസംരക്ഷണം കൊടുത്തു. അതുപോലെ സ്വയംവര ആഘോഷം നടന്ന സമയത്ത് ഭഗവാൻ ഭക്തകളോട് കാരുണ്യം കാണിച്ചത് നമുക്കറിയാം. രുക്മിണിയോടും അതുപോലെ ആ 8 പ്രധാനപ്പെട്ട രാജ്ഞിമാരോട് കാണിച്ച അവരോട് ദയ കാണിക്കുകയും അവരെ കൊണ്ടുവരുന്നതും അങ്ങനെ ഓരോ തന്റെ വീര്യം അവിടെ പ്രദർശിപ്പിക്കുകയാണ് ഭഗവാൻ ചെയ്തത് എന്നുള്ളതാണ്. അപ്പൊ 16,100 പ്രാവശ്യം യുദ്ധം ചെയ്തിട്ടാണ് 16,100 പത്നിമാരെ അവിടെ നിന്ന് വേർപെടുത്തി എടുത്തത്. കാരണം ആ പാപത്തിൽ നിന്ന് അവരെ സംരക്ഷിച്ചത് എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് ബ്രഹ്മവിമോഹന ലീല നോക്കുമ്പോഴും അപ്പം ഭഗവാൻ ആരുടെയും സഹായവും സേവനമോ ഒന്നും ആവശ്യമില്ലെങ്കിൽ പോലും ഭഗവാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ വിജ്ഞാനം എടുത്തു നോക്കിയാൽ നമുക്കറിയാം അവിടെ ആത്മസാക്ഷാത്കാരത്തിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണ്. അപ്പം ഏതൊരു സന്ദർഭത്തിലും ഭഗവാന് ഭയങ്കര ബുദ്ധി നിറഞ്ഞിരിക്കുകയല്ലോ ഭഗവാൻ. അപ്പൊ ആ ബുദ്ധി എവിടെയും പ്രദർശിപ്പിക്കും. ആ ബുദ്ധിയോടുകൂടി എവിടെയൊക്കെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾസ് പറയുമാരെങ്കിലും? ഭഗവാനെ എവിടെയാണ് ഉടൻ തന്നെ ബുദ്ധി പ്രദർശിപ്പിച്ച്? കാരണം ഒന്നുമില്ല പറ്റാതെ വരുമ്പോൾ ഉടനെ ഭഗവാന്റെ ബുദ്ധി അനുസരിച്ച് ഭഗവാൻ ഏത് ഭാവവും സ്വീകരിക്കാം. എന്താണ് ഭഗവാനാണ് എന്ത് ചെയ്തത്? വൃന്ദാവനത്തിലെ കുട്ടികളെയും പശുക്കളെയും ഒക്കെ കാലി മേയ്ക്കാനായിട്ട് ഭഗവാന്റെ സംരക്ഷണത്തിലാണ് കൊണ്ടുപോകുന്നത് അല്ലെ. കൊണ്ടുപോയി ഉടനെ അവിടെയൊക്കെ നടന്നിട്ട് എങ്ങും രമാവ് മറച്ചു കഴിഞ്ഞു. അവിടെ എങ്ങും നടന്നിട്ടെന്നും അവരെ ആരെയും കാണുന്നില്ല. ഭഗവാൻ ഉടനെ ആരായി? ഈവൻ എന്താണ് കിടാക്കളായിട്ടും പശുക്കളായിട്ടും കുട്ടികളായിട്ടും ഇവൻ ഒരു കുരങ്ങുണ്ടായിരുന്നു അതായിട്ടും അങ്ങനെ ആ എല്ലാ ഉടൻ തന്നെ അദ്ദേഹം കൈക്കൊള്ളുവാൻ കഴിഞ്ഞു. അതുപോലെ കാളിയൻ ആ ഭാഗത്തെ എല്ലാം എന്ത് ചെയ്യുന്നു? ദുഷിപ്പിക്കുന്നു എന്ന് കേട്ട ആ സമയത്ത് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? കാളിയനെ അവിടെ നിന്ന് ഓടിക്കാനുള്ള ശ്രമം ഓടിച്ചു എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ അതുപോലെ വൃന്ദാവനത്തെ ഇന്ദ്രൻ എന്ത് ചെയ്ത? മഴ കൊണ്ട് അടിച്ചു താഴ്ത്തി ഇല്ലാതാക്കുക, ഗംഗയിൽ ഒഴുക്കാനായിട്ട് ശ്രമിച്ചു ഇല്ലേ. ഉടൻ തന്നെ ഗോവർദ്ധനം ചെയ്തു അല്ലെ. അതുപോലെ ആ ജയദ്രഥൻ അർജുനൻ ജയദ്രഥനെ കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ അന്ന് സന്ധ്യയ്ക്ക് സൂര്യാസ്തമയം കഴിയുന്നതിന് മുമ്പേ അർജുനന് മരിക്കണം. തീയും കൂട്ടിയിട്ടിരിക്കുകയാണ്. അർജുനൻ ചാടി മരിച്ചേ പറ്റുകയുള്ളൂ. ജയദ്രഥനെ കാണിക്കുന്നതേ ഇല്ല. എവിടൊക്കെ പോയി തെരഞ്ഞിട്ടും ജയദ്രഥൻ ഇല്ല എന്നുള്ളത് വന്നു അവർ കാണിക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു ഭഗവാനെ? ആ നേരത്തെ എന്ത് ചെയ്തു? സന്ധ്യയാക്കി. നേരത്തെ സന്ധ്യയാക്കി കാണിച്ചു. അപ്പൊ എന്താണ്? സൂര്യൻ അസ്തമിച്ചതാക്കി കാണിച്ചു. ഉടൻ തന്നെ എന്ത് ചെയ്തു? ജയദ്രഥൻ ഇങ്ങ് വന്നു. അപ്പോഴതാ ഭഗവാൻ വീണ്ടും പഴയ സ്ഥിതിയിലാക്കി. ഈ സമയത്തെ ടൈമിനെ കാലത്തെ ശരിയാക്കി നിർത്തി. അപ്പൊ അതാ ഉടനെ തന്നെ അർജുനനെ വധിക്കാൻ കഴിയുകയും ചെയ്തു. അങ്ങനെ വേണ്ട സമയത്ത് എന്താണോ ചെയ്യേണ്ടത് ആ സമയത്ത് ഭക്തന്മാർക്ക് വേണ്ടി അതെല്ലാം ചെയ്യുമായിരുന്നു. അതുപോലെ കൃതജ്ഞത. സമയമായ കൃതജ്ഞത എന്ന് പറയുമ്പോഴേ അപ്പം ആര് എന്ത് ഭഗവാൻ ചെയ്യുന്നു, നമ്മൾ എന്തൊരു സാധനയാണോ നമ്മൾ ചെയ്യുന്നത്, എന്തെല്ലാം ഡിവോഷണൽ സർവീസ് ആണോ ചെയ്യുന്നത്, അതെല്ലാം ഭഗവാൻ അവിടെ കുറിച്ചിടുന്നതാണ് എന്ന് നമ്മൾ മറക്കാതിരിക്കണം. അത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഭഗവാന്റെ ഒരു കൈ മുറിഞ്ഞ് അല്പം കൈമുറിഞ്ഞ് രക്തം വന്ന അവസരത്തിൽ ദ്രൗപദി എന്ത് ചെയ്തു? തന്റെ സാരിത്തുമ്പ് മുറിച്ച് കെട്ടിയിട്ട് എന്ത് ചെയ്തു? മുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ കൈ കെട്ടിക്കൊടുത്തു അല്ലെ. അപ്പൊ അവിടെ ആ ദ്രൗപദിക്ക് ഭഗവാൻ എത്ര കെട്ട് സാരിയാണ് കൊടുത്തത്. അപ്പൊ എന്തെല്ലാം ഏതൊരു ഭക്തന്മാരാണോ അതുപോലെ എന്താണ് ഉദ്ധവർക്ക് ഒരു അല്പം ഇതുണ്ടായിരുന്നു, ഞാൻ ഏറ്റവും വലിയ ഭക്തനാണെന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. കാരണം അങ്ങനെയാണ് ഉദ്ധവരെ ജനിച്ചപ്പോ തൊട്ട് തന്നെ കൃഷ്ണന്റെ അതേ രൂപത്തിലും കൃഷ്ണന്റെ ഭാവനയിലുമായിരുന്നു നടന്നിരുന്നത്. എന്ത് പറയുമ്പോൾ കൃഷ്ണന്റെ അപ്പുറത്ത് അദ്ദേഹത്തിന് ഒരു ഭാവമില്ല. അങ്ങനെ ചിന്തിച്ചിരുന്നു. എങ്കിലും ഞാനൊരു വലിയ ഭക്തനാണെന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? ആ ഉദ്ധവരെ വൃന്ദാവനത്തിലേക്ക് അയച്ചിട്ട്
അവിടെ ചെന്നിട്ട് ഗോപികമാരുടെ ഭാവം കാണിക്കുകയും ആ ഗോപികമാരുടെ ആ ലീലഭാവം കണ്ടപ്പോഴേ ആ ഗോപികമാര് ചവിട്ടുന്ന ഒരു ചെടിയായിട്ട് ഗുൽമലതയായിട്ട് ഇവിടെ എനിക്ക് ജനിച്ചാൽ മതി എന്ന ഭാവവും അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ നാരദര് ഏറ്റവും വലിയ ഭക്തനാണെന്നുള്ള ഭാവം എന്ന് വെച്ചാൽ ഭക്തനാണ്, അല്ലാന്നൊന്നും നമുക്ക് പറയാം. അങ്ങനെയുള്ള ആ നാരദര് എന്ത് ചെയ്തു? പല സന്ദർഭത്തിലും വെച്ച് എന്താണ് മായ എന്ന് എനിക്കറിയണമെന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു വേണ്ട വേണ്ട എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും കേട്ടില്ല. മായ എന്ന് കാണണം എന്ന് പറഞ്ഞു. ഉടനെ അവൾക്ക് മായയുടെ പ്രത്യേകത കാണിച്ചു കൊടുത്തു. അപ്പം നാരദര് പോലും ആ മായക്കകത്ത് പെട്ടുഴലുന്നതായിട്ട് കാണിച്ചു കൊടുത്തു. അതുപോലെ സത്യവ്രത മഹാരാജാവിനെ ഇത് രക്ഷിക്കുന്നത്, അങ്ങനെ എത്ര പേരെ ആ ഒരു ഓരോ ഭാവത്തിലും രക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഓരോ രീതിയിലും അതുപോലെ എന്തെല്ലാം ജീവാത്മാക്കളെ ഏത് രീതിയിലാണോ സംരക്ഷിക്കേണ്ടത് ആ രീതിയിൽ സംരക്ഷിക്കാനുള്ള ഇത് ഭഗവാൻ എപ്പോഴും കാലദേശങ്ങൾക്കനുസരിച്ച് സംരക്ഷണം, പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, അങ്ങനെ എല്ലാ രീതിയിലും ഭഗവാൻ നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇനി ബാക്കി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഭഗവാന്റെ ഐശ്വര്യം പറഞ്ഞിട്ടില്ല, അതെല്ലാം കിടക്കുന്നു. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. നമ്മുടെ സമയം കഴിഞ്ഞു പോയി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗോവിന്ദരാജ് പ്രഭു ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോറി, ഏകാദശിയുടെ ഡ്രസ്സിംഗ് ആണ്. ഓക്കെ, മാതാജിക്ക് സംശയമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക്, മാതാജിക്കല്ല നിങ്ങൾക്ക് ആർക്കും സംശയമില്ലാത്ത സ്ഥിതിക്ക് എത്ര ക്ലാസ് കേട്ട ഒരു സംശയവും ഇല്ല, എല്ലാം മനസ്സിലായി മാതാജി. സോറി, ക്ഷമിക്കുക. അത് അപ്പോ എല്ലാരും വരിക. മാതാജിയോട് ആദരപൂർവ്വം യാതൊരു മുടക്കവും കൂടാതെ എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളൊരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ.